ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2025 റിലീസായ പാതിരാത്രി എന്ന മലയാളം മൂവിയാണ്. പേര് സൂചിപ്പിക്കും പോലെ ഒരു പാതിരാത്രിയിൽ പലരുടെയും ജീവിതത്തിൽ ഉണ്ടായ ചില സംഭവ വികാസങ്ങളാണ് ഈ മൂവിയിലുള്ളത്. അപ്പൊ ഇനിയും പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ മൂവിയിലേക്ക് പോകാം. മൂവിയുടെ തുടക്കത്തിൽ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിലിരുന്ന് ലഹരി ഉപയോഗിക്കുന്നതാണ് കാണിക്കുന്നത്. അക്കൂട്ടത്തിൽ റോബി എന്നൊരു പയ്യനെ കാണാനിട്ട് കൂട്ടുകാർ അവനെ തപ്പി അടുത്തുള്ള കാടിന്റെ ഭാഗത്തേക്ക് പോകുന്നു. റോബി ആണെങ്കിൽ കുറച്ച് മാനസിക പ്രശ്നങ്ങളും ഹാലുസിനേഷനും ഒക്കെ ഉള്ള ആളായിരുന്നു. മരിച്ചുപോയ പലരെയും അവൻ അങ്ങനെ ഹാലുസിനേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഏതോ ഒരാളുടെ രൂപം കണ്ട് റോബി ആകെ ഷോക്കായി നിൽക്കുന്ന സമയത്താണ് അവനെ തിരിഞ്ഞു വന്ന കൂട്ടുകാരൻ അവിടേക്ക് വരുന്നത്. കാടിന്റെ ഭാഗത്തൊരു രൂപം കണ്ടെന്ന് റോബി കൂട്ടുകാരനോട് പറയുന്നെങ്കിലും അവന്റെ മാനസിക പ്രശ്നത്തെക്കുറിച്ച് അറിയാവുന്ന കൂട്ടുകാരൻ അത് വലിയ കാര്യമാക്കാതെ അവനെയും വിളിച്ച് അവിടെ നിന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ അവിടെ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. ആ സ്റ്റേഷനിലെ SHOയെയും SI റഷീദിനെയും മറ്റു പോലീസുകാരെയും നമുക്ക് കാണിച്ചു തരുന്നു. ശേഷം അവിടുത്തെ കോൺസ്റ്റബിളായ ഷൈനി രാവിലെ സ്റ്റേഷനിലേക്ക് പോകാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കാണിക്കുന്നു. പക്ഷെ ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് സ്ഥിരം പോകാറുള്ള ജീപ്പ് മിസ്സായി. അതിലെ വന്നൊരു 2 വീലറിന് ഷൈനി കൈ കാണിക്കുന്നു. പോകുന്ന വഴി ചന്തയെ കൊണ്ട് വിൽക്കാനുള്ള ജാതിക്ക വണ്ടിയുടെ മുന്നിലേക്ക് വെക്കാൻ പറഞ്ഞിട്ട് ഷൈനി ആ 2 വീലറിന്റെ പിറകെ കയറുന്നു. വണ്ടി ഓടിച്ചിരുന്ന ആൾ ഹെൽമെറ്റ് വെച്ചിരുന്നതുകൊണ്ട് അയാളുടെ മുഖം ഷൈനി കണ്ടിരുന്നില്ല. വണ്ടി സ്റ്റേഷന് മുൻപിലെത്തിയതും ലേറ്റ് ആയതിന്റെ വെപ്രാളത്തിൽ വണ്ടി വെച്ച് ജാതിക്ക എടുക്കാൻ നിൽക്കാതെ ഷൈനി വേഗം സ്റ്റേഷനിലേക്ക് കയറുന്നു. ഇത് കണ്ടതും വണ്ടി ഓടിച്ചിരുന്ന ആളാവട്ടെ അവസരം മുതലാക്കി ജാതിക്കയും കൊണ്ട് അവിടെ നിന്ന് വണ്ടി ഓടിച്ചു പോകുന്നു. നെക്സ്റ്റ് സീനിൽ അതേ സ്റ്റേഷനിലെ SI ആയ ജാൻസിയെയും ഭർത്താവ് ഫെലിക്സിനെയും കാണിക്കുന്നു. ഫെലിക്സും ജാൻസിയും ലവ് മാരേജ് ചെയ്തതാണെങ്കിലും അവര് തമ്മിലുള്ള പൊരുത്തക്കേടുകൾ കാരണം ജാൻസിയുടെ സുഹൃത്ത് സിസ്റ്റർ ക്ലാരിസിന്റെ അടുത്ത് അവരൊരു കൗൺസിലിങ്ങിന് വന്നിരിക്കുകയായിരുന്നു. സിസ്റ്റർ വളരെ പക്വതയോടെ അവരുടെ വിവാഹ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന രീതിയിൽ ഫെലിക്സിനോട് സംസാരിക്കുമ്പോൾ തികച്ചും തണുപ്പ മട്ടിലാണ് ഫെലിക്സ് അതിനൊക്കെ മറുപടി പറയുന്നത്. ഫെലിക്സിനോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും സിസ്റ്റർ നേരെ പുറത്തു നിന്നിരുന്ന് ജാൻസിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഫെലിക്സിന്റെ ഈ ഉത്തരവാദിത്തമില്ലായ്മയൊക്കെ ഒരു കുഞ്ഞായിക്കഴിഞ്ഞാൽ മാറിക്കൊള്ളുവെന്ന് സിസ്റ്റർ ക്ലാരിസ് പറയുമ്പോൾ അതിന് ദിവ്യഗർഭം ധരിക്കാൻ ഞാൻ കന്യാമറിയോ അല്ലല്ലോ എന്ന് ജാൻസി തിരിച്ചു ചോദിക്കുന്നു. ഫെലിക്സ് സ്നേഹത്തോടെ എന്നെ ഒന്ന് നോക്കിയിട്ട് പോലും ഒരുപാട് നാളായെന്ന് ജാൻസി വിഷമത്തോടെ പറയുമ്പോൾ സിസ്റ്റർ അവളെ വേദനയോടെ നോക്കുന്നു. നെക്സ്റ്റ് സീനിൽ ഷൈനി SHOയായിട്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. രാവിലെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് തനിക്ക് രാവിലെ ലിഫ്റ്റ് തന്നത് നാട്ടിലെ പ്രധാന കള്ളനായ തങ്കവിള പീറ്റർ ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഈ നാട്ടുകാരിയായിട്ടും അവനെ തനിക്ക് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ എന്ന് SH ചോദിക്കുമ്പോൾ ഹെൽമെറ്റ് വെച്ചിരുന്നോണ്ട് ആളെ മനസ്സിലായില്ലെന്ന് ഷൈനി മറുപടി പറയുന്നു. നാട്ടിലെ കാർഷിക വിളകളായിരുന്നു പീറ്റർ പ്രധാനമായിട്ട് മോഷ്ടിച്ചിരുന്നത്. പീറ്ററിന്റെ കാര്യം പറഞ്ഞ് SH ഷൈനിയെ വഴക്കു പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ജാൻസി അവിടേക്ക് വരുന്നത്. അപ്പോഴേക്കും പീറ്ററിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു PC SHOയെ ഇൻഫോം ചെയ്യുന്നു. അത് കേട്ടതും പീറ്ററിനെ പിടിക്കാനുള്ള ചുമതല SHO ജാൻസിയെ ഏൽപ്പിക്കുന്നു. ഷൈനിയും കൂട്ടിയാണ് ജാൻസി അവിടേക്ക് പോകുന്നത്. എന്നാൽ പോലീസിനെ കണ്ടതും പീറ്റർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിക്കുന്നു. പക്ഷെ ജാൻസി അവനെ ഓടിച്ചിട്ട് പിടികൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. നെക്സ്റ്റ് സീനിൽ CPO ഹരീഷിനെയാണ് കാണിക്കുന്നത്. ഹരീഷും ഭാര്യയും തമ്മിലുള്ള ഡൈവോഴ്സ് കേസിന്റെ പ്രൊസീജിയേഴ്സ് കോടതിയിൽ നടക്കുന്നുണ്ടെങ്കിലും ഹരീഷ് അത് മനഃപൂർവ്വം നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. സ്വന്തം മകളെ കാണാൻ ഭാര്യ സമ്മതിക്കാത്തതിന്റെ പ്രതികാരത്തിലാണ് ഹരീഷ് മനഃപൂർവ്വം ഡിവോഴ്സ് നടപടി നീട്ടിക്കൊണ്ടു പോയിരുന്നത്. മോളെ കാണാനായിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലും വിളിപ്പിക്കുമ്പോഴെല്ലാം ജോലി തിരക്കുകൾ കാരണം ഹരീഷിന് അതിന് സാധിച്ചിരുന്നില്ല. ഇനിയുള്ള തവണയെങ്കിലും തിരക്കുകളൊക്കെ മാറ്റിവെച്ച് കൃത്യസമയത്ത് കോടതിയിൽ എത്തണമെന്ന് വക്കീൽ ഹരീഷിനോട് പറയുന്നു. വക്കീലിനോട് സംസാരിച്ച് വൈകിട്ടോട് സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് ജാൻസി പീറ്ററിനെ പിടികൂടിയ കാര്യമൊക്കെ ഹരീഷ് അറിയുന്നത്. സ്വന്തം ഭാര്യയോടുള്ള വെറുപ്പ് സകല സ്ത്രീകളോടും ഉണ്ടായിരുന്നതുകൊണ്ട് ജാൻസി റാണിയാണോ പീറ്ററിനെ പിടിച്ചതെന്ന് അല്പം പുച്ഛത്തോടെയാണ് ഹരീഷ് റഷീദിനോട് ചോദിക്കുന്നത്. അവന്റെ വാക്കുകളെ പുച്ഛം മനസ്സിലായതും സ്വന്തം ഭാര്യയോടുള്ള ദേഷ്യം എന്തിനാണ് സകല സ്ത്രീകളോടും കാണിക്കുന്നതെന്ന് റഷീദ് തിരിച്ചു ചോദിക്കുന്നു. എല്ലാ സ്ത്രീകളും ഒരുപോലെയാണെന്ന് ഹരീഷ് മറുപടി പറയുന്നു. താൻ എന്തെങ്കിലും ഇനി പറയാൻ പോയാലും ഹരീഷിന്റെ സ്വഭാവത്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് റഷീദ് പിന്നെ അവനോട് കൂടുതലൊന്നും പറയുന്നില്ല. അന്നത്തെ ദിവസം നൈറ്റ് ഡ്യൂട്ടിക്ക് പോകേണ്ട ഓഫീസറിന് എമർജൻസി ലീവ് വേണ്ടി വന്നതുകൊണ്ട് ആ ചുമതലയും ജാൻസിക്കാണ് കിട്ടുന്നത്. താൻ ഇന്ന് വീട്ടിലേക്ക് വരില്ലെന്ന് പറയാൻ അവൾ ഫെലിക്സിന് വോയിസ് മെസ്സേജ് അയക്കുന്നു. മറുഭാഗത്ത് ഹരീഷ് ആവട്ടെ ജാൻസിയുടെ കൂടെയാണ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകേണ്ടതെന്ന് അറിഞ്ഞ് ആകെ മുഷിച്ചിലോടെയാണ് ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഹരീഷും ജാൻസിയും കൂടെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നത് കാണിക്കുന്നു. ഒരു SI ആണെങ്കിലും ജാൻസി പ്രൊബേഷൻ പീരീഡിലായതുകൊണ്ട് അതിന്റെ ബഹുമാനക്കുറവും കൂടാതെ ഒരു പെണ്ണായതിന്റെ ഇഷ്ടക്കേടും ഹരീഷിന് ജാൻസിയോടുണ്ടായിരുന്നു. എന്നാൽ ജാൻസി ആവട്ടെ ഫെലിക്സിന് തന്നോടുള്ള താല്പര്യക്കുറവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അത്തരം മാനസികാവസ്ഥകൾക്കിടയിലും ഇരുവരും നൈറ്റ് ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുന്നു.
അങ്ങനെ പെട്രോളിങ്ങിന്റെ ഭാഗമായി ഒരു പോക്കറ്റ് റോഡിലൂടെ പോകുമ്പോഴാണ് റോഡിൽ നിന്നും കുറച്ചു താഴെയായി ഒരു വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് ഹരീഷിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. എന്താണെന്ന് നോക്കാനായി ഹരീഷ് കാറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും കാറിനുള്ളിൽ നിന്ന് ട്രാക്ക് സ്യൂട്ട് ധരിച്ച ഒരാൾ ഇറങ്ങി പുറത്ത് കാടിന്റെ ഭാഗത്തേക്ക് ഓടുന്നു. അത് കണ്ടതും ജാൻസി അയാളെ പിടിക്കാൻ പുറകെ ഓടുന്നു. പക്ഷെ കുറച്ചു ദൂരം ഓടിയതും അവർ ഓടിച്ചയാൾ മുന്നിലുണ്ടായിരുന്ന ചതുപ്പിലേക്ക് വീഴുന്നു. ആ ചതുപ്പിന് ചുറ്റും വളർന്ന പുല്ലിന്റെ മറവ് ഉണ്ടായിരുന്നതുകൊണ്ട് ചാടിയ ആളെ അവർക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും ആ കാറും കൊണ്ട് അതിലുണ്ടായിരുന്ന രണ്ടാമത്തെ ആൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ചതുപ്പ് വീണയാളെ അവിടെ ഒന്നും കാണാത്തതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നോർത്ത് ജാൻസിക്ക് ആകെ ടെൻഷനാവുന്നു. കൃത്യം ഈ സമയത്താണ് ഹരീഷിന്റെ ഫോണിലേക്ക് സിയെ വിളിക്കുന്നത്. സെറ്റിലേക്കും ജാൻസിയുടെ ഫോണിലേക്കും വിളിച്ചിട്ട് റെസ്പോണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് സിയെ ഹരീഷിന്റെ ഫോണിലേക്ക് വിളിച്ചത്. സിയെ ഹരീഷിനോട് അവരുടെ ലൊക്കേഷൻ തിരക്കുമ്പോ ഞങ്ങളിപ്പോ പോയൽക്കാവ് ജംഗ്ഷനിൽ വണ്ടി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണെന്ന് ഹരീഷ് മറുപടി പറയുന്നു. അടുത്തുള്ള മാന്ത്രപ്പള്ളിയിൽ ഒരു തീപിടുത്തം ഉണ്ടായെന്നും അവിടേക്ക് പോകണമെന്നും അവിടെ ചെന്നിട്ട് എന്നെ വിളിക്കാൻ ജാൻസിയോട് പറയണമെന്നും സിയെ ഹരീഷിനോട് പറയുന്നു. കോൾ കട്ടായതും ഹരീഷ് ഇക്കാര്യം ജാൻസിയോട് പറയുന്നു. പക്ഷെ നമ്മളിപ്പോ അവിടേക്ക് പോയാ ഇതെന്ത് ചെയ്യുമെന്ന് ജാൻസി ചോദിക്കുന്നു. അവനെക്കുറിച്ചൊത്ത് സാർ ഇങ്ങനെ ടെൻഷൻ ആവണ്ടെന്ന് ഹരീഷ് ജാൻസിയോട് പറയുന്നു. കാറിലിരുന്ന് ആ ചെറുക്കനും കൂടെ ഒരു പെണ്ണും കൂടെ എന്തോ ചുറ്റിക്കളിയായിരുന്നെന്നും അതാണ് നമ്മളെ കണ്ടയുടനെ അവനെ ഇറങ്ങി ഓടിയതെന്നും അവൾ കാറും കൊണ്ട് രക്ഷപ്പെട്ടതെന്നും ഹരീഷ് ജാൻസിയോട് പറയുന്നു. മാത്രമല്ല നമ്മൾ ഇവിടുന്ന് മാറിയ ചതുപ്പി ചാടിയവൻ തനിയെ കേറിപ്പോന്നോളുവെന്നും ഹരീഷ് ജാൻസിയോട് പറയുന്നു. പക്ഷെ ഇതൊക്കെ കേട്ടിട്ടും ജാൻസിയുടെ ഉള്ളിലെ പേടി മാറുന്നില്ല. എന്തായാലും നമുക്കിത് റിപ്പോർട്ട് ചെയ്യാമെന്ന് ജാൻസി പറയുമ്പോ ഹരീഷ് വീണ്ടും അവളെ തടയുന്നു. പണ്ട് ഇതുപോലെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ജോൺ സാറ് ചെക്കിങ്ങിനിടെ ഒരു ബൈക്ക് നിർത്താതെ പോയപ്പോ അതിന്റെ പിറകെ പോയതാണെന്നും പിറകെ പോലീസ് വരുന്നതിന്റെ വെപ്രാളത്തെ ആ ചെറുക്ക സ്പീഡിൽ വണ്ടി ഓടിച്ച് ആക്സിഡന്റായി മത്സരത്തിന്റെ പേര് പണി കിട്ടിയത് ജോൺ സാറിനാണെന്നും ഹരീഷ് ജാൻസിയോട് പറയുന്നു. മേഡത്തെക്കാൾ എക്സ്പീരിയൻസ് കൂടുതലുള്ളതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ ഹരീഷ് പറയുമ്പോ മനസ്സോടെയാണെങ്കിലും ജാൻസി അത് അനുസരിക്കുന്നു. ശേഷം അവർ രണ്ടുപേരും കൂടെ മാന്ത്രയിലെ തീപ്പൊളം നടന്ന് വീട്ടിലേക്ക് പോകുന്നു. 18 വയസ്സുള്ള +2 പഠിക്കുന്ന പെൺകുട്ടി കാമുകനുമായിട്ടുള്ള എന്തോ പ്രശ്നത്തിന്റെ പേര് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതാണെന്ന് വാർഡ് മെമ്പർ ജാൻസിയോട് പറയുന്നു. സംഭവം നടന്നിട്ട് അരമണിക്കൂറായെങ്കിലും ദേഹം അവസാനം പൊള്ളിയതുകൊണ്ട് അവരാരും ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ പോലീസ് വരാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. വാർഡ് മെമ്പറിനോട് സംസാരിച്ച ശേഷമാണ് ജാൻസി ഹരീഷും കൂടെ വീടിനുള്ളിലേക്ക് കയറുന്നത്. കാണുമ്പോൾ തന്നെ ആ പെൺകുട്ടി മരണപ്പെട്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു. ശേഷം ആംബുലൻസ് വിളിച്ച് അവർ ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിലെത്തി ഡെത്ത് കൺഫേം ചെയ്ത ശേഷം ബോഡി മോർച്ചറിയിലേക്ക് മാറ്റുന്നു. ഹോസ്പിറ്റലിലെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് നേരം വെളുക്കുമ്പോൾ ജാൻസി ഹരീഷിനെയും കൂട്ടി നേരെ തലേന്നത്തെ ചതുപ്പിനടുത്തേക്ക് പോകുന്നു. പക്ഷെ അവരവിടെ ചെന്നതും ആരൊക്കെയോ ചേർന്ന് ചതുപ്പ് JCBക്ക് മണ്ണിട്ട് മൂടുന്നതാണ് കാണുന്നത്. ഇന്നലെ ചതുപ്പ് വീണയാള് രക്ഷപ്പെട്ട് പോയിട്ടുണ്ടോ അതോ അത് കുടുങ്ങിപ്പോയോ എന്നൊക്കെ ഓർത്ത് ജാൻസിക്കാകെ പേടി തോന്നുന്നു. അവൻ അപ്പൊ തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ടാവുമെന്നും അല്ലെങ്കിൽ അവന്റെ കൂടെയുള്ള പെണ്ണ് കംപ്ലൈന്റ് ചെയ്യില്ലായിരുന്നോ എന്നും ചോദിച്ച് ഹരീഷ് അവളെ സമാധാനിപ്പിക്കുന്നു. ശേഷം ജാൻസി വീട്ടിലേക്ക് വരുമ്പോ ഫെലിക്സ് പുറത്ത് എവിടേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതാണ് കാണുന്നത്. ഫെലിക്സ് എവിടെ പോവുകയാണെന്ന് ജാൻസി ചോദിക്കുമ്പോ അതിന് കൃത്യമായ ഉത്തരം ഫെലിക്സിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. എപ്പോ വരുമെന്ന് ചോദിക്കുമ്പോ വരുമെന്ന് മാത്രമാണ് ഫെലിക്സ് മറുപടി പറയുന്നത്. ഫെലിക്സിന്റെ ഈ പെരുമാറ്റവും തലേന്നത്തെ ടെൻഷനും ഒക്കെ മറക്കാൻ ജാൻസി ഏറെ നേരം ഷവറിന് ചുവട്ടി നിൽക്കുന്നു. നെക്സ്റ്റ് സീനിൽ ജാൻസി ഹരീഷും മാന്ദ്ര പെൺകുട്ടിയുടെ സൂയിസൈഡുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. CCTV ചെക്ക് ചെയ്ത് ചതുപ്പി ചാടിയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളെ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന് ജാൻസി ഹരീഷിനോട് പറയുന്നു. പക്ഷെ ആ പ്രദേശത്ത് അങ്ങനെ CCTV ഒന്നും ഇല്ലെന്നും വെറുതെ ആവശ്യമില്ലാതെ ആ കേസിന്റെ പുറകെ നടക്കണ്ടെന്നും ഹരീഷ് അവളെ ഉപദേശിക്കുന്നു. പാതിരാത്രി കാറ് വെച്ച് ചുറ്റിക്കളി നടത്തിയിട്ട് പോലീസിനെ കണ്ട് പേടിച്ചോടിയതാണെന്നും നമ്മൾ പോയപ്പോ തന്നെ അവൻ എണീറ്റ് പോയി കാണുമെന്ന് ഹരീഷ് പറയുന്നെങ്കിലും ജാൻസിയുടെ മനസ്സിലെ പേടി മാറുന്നില്ല. നെക്സ്റ്റ് സീനിൽ യസ്മിൻ എന്നൊരു മുസ്ലിം യുവതിയും അവരുടെ ഒരു ബന്ധുവും കൂടെ SP നജീബിനെ കാണാൻ വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. ജേർണലിസ്റ്റ് അൻസാർ അലിയുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് കൂടെയുള്ളയാൾ യസ്മിനെ നജീബിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. മെനഞ്ഞാന്ന് രാത്രി മുതൽ അൻസാർ മിസ്സിംഗ് ആണെന്നും രാത്രി കിടക്കാൻ നേരമാണ് ഞാൻ അവസാനമായിട്ട് കണ്ടതെന്നും യാസ്മിൻ SP പറയുന്നു. പിന്നീട് ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ പലതവണ വിളിച്ചിട്ടും അൻസാറിനെ കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. മാത്രമല്ല പോകാൻ സാധ്യതയുള്ളിടത്തെല്ലാം അന്വേഷിച്ചെങ്കിലും അവിടെയൊന്നും അൻസാർ എത്തിയിട്ടില്ലായിരുന്നു. ഒരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അൻസാറിന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നെന്നും യസ്മിന്റെ കൂടെയുള്ള ബന്ധു SP പറയുന്നു. നിങ്ങൾ എന്തായാലും ഒരു കംപ്ലൈന്റ് കൊടുത്തേക്കാനും ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാമെന്നും SP അവർക്ക് ഉറപ്പ് നൽകുന്നു. മറുഭാഗത്ത് ജാൻസി ഹരീഷും ഒപ്പം സ്റ്റേഷനിലെ മറ്റു ചില പോലീസുകാരും കൂടെ തങ്കവിള പീറ്ററിനെയും കൊണ്ട് കോടതി വിളപ്പിൽ നിൽക്കുമ്പോഴാണ് അൻസാറിന്റെ മിസ്സിങ്ങിനെ കുറിച്ച് വയർലെസ് ഇൻഫർമേഷൻ വരുന്നത്. കാണാതായ സമയവും വീടിന്റെ ലൊക്കേഷനും ആ സമയം ധരിച്ചിരുന്ന ഡ്രസ്സിന്റെ ഡീറ്റെയിൽസും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ ജാൻസിക്ക് അപകടം മണക്കുന്നു. ശേഷം തന്റെ ഫോണിലേക്ക് വന്ന അൻസാറിന്റെ ഫോട്ടോ ജാൻസി ഹരീഷിന് കാണിച്ചു കൊടുക്കുന്നു.
മറുഭാഗത്ത് യാസ്മിൻ ആവട്ടെ അൻസാറും ഒരുമിച്ചുള്ള നിമിഷങ്ങളെക്കുറിച്ച് ഓർക്കുന്നു. നെക്സ്റ്റ് സീനിൽ ജാൻസിയുടെ വീടാണ് കാണിക്കുന്നത്. ന്യൂസ് ചാനലുകൾ ഓരോന്നായി മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജാൻസിയോട് സംസാരിക്കാനായി ഫെലിക്സ് അവിടേക്ക് വരുന്നത്. ഇപ്പോഴത്തെ ഈ സ്ട്രെസ്സിൽ നിന്ന് ലൈഫ് സ്റ്റൈലിൽ നിന്നും ഒക്കെ എനിക്കൊരു മോചനം ആവശ്യമാണെന്നും അതുകൊണ്ട് എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച് ആയി ഞാനൊരു ദൂരയാത്ര പോവുകയാണെന്നും ഫെലിക്സ് ജാൻസിയോട് പറയുന്നു. അപ്പൊ പിന്നെ ജോലിയുടെ കാര്യം എന്താവുമെന്ന് ജാൻസി ചോദിക്കുമ്പോൾ ജോലി ഞാൻ റിസൈൻ ചെയ്തെന്ന് ഫെലിക്സ് മറുപടി പറയുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച ശേഷം ഇങ്ങനെയൊരു ഡിസ്കഷന്റെ തന്നെ ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് ജാൻസി അവനോട് ചോദിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ഹരീഷിനെയാണ് കാണിക്കുന്നത്. അന്നത്തെ ദിവസം അൻസാറിന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് രക്ഷപ്പെട്ടു പോകാനുള്ള വഴിയിലെല്ലാം ആ കാറിന്റെ CCTV വിഷ്വൽസ് ഹരീഷ് ചെക്ക് ചെയ്യുന്നത് കാണിക്കുന്നു. പക്ഷെ ഫൂട്ടേജ് പരിശോധിക്കുമ്പോൾ മെയിൻ റോഡിൽ കൂടി ആ വണ്ടി പോയിട്ടില്ലെന്ന് അവന് മനസ്സിലാവുന്നു. പക്ഷെ അപ്പോഴാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പരിധിയിൽപ്പെട്ട വഴിയിലെ CCTV ഹരീഷിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതുകൂടി ചെക്ക് ചെയ്ത് നോക്കാമെന്ന് കരുതി ഹരീഷ് നേരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിലേക്ക് പോകുന്നു. ഒരു കേസിന്റെ ആവശ്യത്തിനാണെന്ന് കള്ളം പറഞ്ഞിട്ടാണ് ഹരീഷ് ഫോറസ്റ്റ് ഓഫീസറിനോട് ഫൂട്ടേജ് ചെക്ക് ചെയ്യാൻ പെർമിഷൻ ചോദിക്കുന്നത്. പക്ഷെ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഈഗോ ക്ലാഷ് കാരണം അവരതിന് സമ്മതിക്കുന്നില്ല. ഒടുവിൽ ജാൻസി നേരിട്ട് കോൾ ചെയ്യുമ്പോഴാണ് ആ ഓഫീസർ ഹരീഷിന് ഫൂട്ടേജ് ചെക്ക് ചെയ്യാൻ സമ്മതിക്കുന്നത്. ഹരീഷിന്റെ സംശയം പോലെ അൻസാറിന്റെ കൂടെ ഉണ്ടായിരുന്നയാളുടെ വണ്ടി ആ ഫൂട്ടേജിൽ ഉണ്ടായിരുന്നു. ഓടിച്ചയാളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഫൂട്ടേജിൽ നിന്നും ഹരീഷ് വണ്ടി നമ്പർ നോട്ട് ചെയ്യുന്നു. മറുഭാഗത്ത് ജാൻസി അൻസാറിന്റെ വീട്ടിൽ പോകുന്നത് കാണിക്കുന്നു. താൻ ഇവിടുത്തെ എസ് ആണെന്ന് സ്വയം പരിചയപ്പെടുത്തിയിട്ടാണ് ജാൻസി വീടിനുള്ളിലേക്ക് കയറുന്നത്. യാസ്മിന്റെ കയ്യിലുണ്ടായിരുന്ന അവരുടെ കുഞ്ഞിനെ കണ്ടതും കുഞ്ഞിന്റെ പേര് ചോദിച്ചുകൊണ്ട് ജാൻസി ഒരു സൗഹൃദ സംഭാഷണം തുടങ്ങുന്നു. ശേഷം അൻസാറിനെ കുറിച്ചൊക്കെ ജാൻസി ചോദിക്കുമ്പോൾ യാസ്മിൻ അതിനെല്ലാം കൃത്യമായി ഉത്തരം നൽകുന്നു. യാസ്മിന്റെ ഫാമിലിയെ കുറിച്ചൊക്കെ തിരക്കുമ്പോഴാണ് ബന്ധുക്കളെന്ന് പറയാൻ അവർക്ക് ആകെയുള്ളത് ഒരു സഹോദരനാണെന്നും അവൻ വിദേശത്താണെന്നും ജാൻസിക്ക് മനസ്സിലാകുന്നത്. അൻസാറിന്റെ ബന്ധുക്കൾ കോഴിക്കോടായതുകൊണ്ട് അവരിവിടെ തനിച്ചാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല യാസ്മിന് സ്വന്തമായിട്ടൊരു ജോലി പോലും ഇല്ലെന്നും അഥവാ അൻസാറിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ നോക്കാൻ അവൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുമെന്നും ജാൻസിക്ക് മനസ്സിലാകുന്നു. മനഃപൂർവ്വമല്ലെങ്കിലും യാസ്മിന്റെ അവസ്ഥയ്ക്ക് താനാണല്ലോ കാരണക്കാരിയെന്നോർത്ത് അതിന്റെ കുറ്റബോധത്തിൽ സ്റ്റേഷനിലിരിക്കുമ്പോഴാണ് വണ്ടിയുടെ ഡീറ്റെയിൽസ് കണ്ടുപിടിച്ച സന്തോഷത്തിൽ ഹരീഷ് അവിടേക്ക് വരുന്നത്. അന്നത്തെ വണ്ടിയുടെ നമ്പറിൽ നിന്നും അതിന്റെ ഉടമ അഞ്ജലി എന്നൊരാളാണെന്ന് കണ്ടെത്തിയ കാര്യം ഹരീഷ് ജാൻസിയോട് പറയുന്നു. വണ്ടി ഉടമ പെണ്ണാണെന്ന് അറിഞ്ഞതോടെ തന്റെ അനുമാനങ്ങൾ ശരിയായിരുന്നു എന്ന രീതിയിൽ ഹരീഷ് സംസാരിക്കുമ്പോഴാണ് താൻ യാസ്മിനെ കാണാൻ പോയ കാര്യം ജാൻസി അവനോട് പറയുന്നത്. പക്ഷെ ഇത് കേട്ടതും SP നേരിട്ട് ഇടപെട്ട നമുക്ക് ചാർജ് ഇല്ലാത്തൊരു കേസിന് പിറകെ പോയ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ആളുകൾ നമ്മളെ സംശയിക്കില്ലേ എന്ന് ഹരീഷ് അവളോട് ചോദിക്കുന്നു. പക്ഷെ അൻസാറിന് എന്തെങ്കിലും സംഭവിച്ച യാസ്മിന്റെയും കുഞ്ഞിന്റെ അവസ്ഥയ്ക്ക് കാരണം താനാണെന്ന കുറ്റബോധം കൊണ്ട് ഹരീഷ് പറയുന്നൊന്നും ജാൻസിക്ക് മനസ്സിലാവുന്നില്ല. അതിനെക്കുറിച്ച് പറഞ്ഞ് അവര് തമ്മിൽ തർക്കിക്കുന്ന സമയത്താണ് ചതുപ്പിൽ നിന്നൊരു ബോഡി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് CA അവരെ വിളിപ്പിക്കുന്നത്. ഹരീഷിന്റെ ഒപ്പം അവിടേക്ക് പോകുമ്പോ തന്നെ അത് അൻസാറാണെന്ന് ജാൻസിക്ക് ഉറപ്പായിരുന്നു. DYSP സുരേഷ് സംഘവും സംഭവ സ്ഥലത്തെത്തി പരിശോധിച്ച ശേഷമാണ് മറ്റു നടപടികൾക്കായി ബോഡി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ബോഡി അൻസാറിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞതോടെ കരയാൻ പോലും മറന്ന് കട്ടിലിൽ ചാരി ബന്ധുക്കളുടെ നടുവിലിരിക്കുന്ന യാസ്മിനെ കാണിക്കുന്നു. നെക്സ്റ്റ് സീനിൽ കോഫി ഷോപ്പിൽ തന്നെയും കാത്തിരിക്കുന്ന ജാൻസിയുടെ അടുത്ത് ഹരീഷ് വരുന്നതാണ് കാണിക്കുന്നത്. ഫോണിൽ കൂടി സംസാരിച്ച പ്രശ്നമാകുമെന്ന് കരുതിയാണ് വിളിച്ചപ്പോ കോൾ എടുക്കാഞ്ഞതെന്ന് ഹരീഷ് ജാൻസിയോട് പറയുന്നു. മാത്രമല്ല ഇതുപോലെ പേടിച്ചിരുന്ന കാണുന്നവർക്കൊക്കെ കാര്യം പിടികിട്ടുമെന്നും പോലീസുകാരാണെന്ന് പോലും നോക്കാതെ നമ്മളെ പിടിച്ച് അകത്തിടുമെന്നും ഹരീഷ് ജാൻസിയോട് പറയുന്നു. പക്ഷെ എനിക്കിനി ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ വയ്യെന്നും അതുകൊണ്ട് ഞാൻ സറണ്ടർ ചെയ്യാൻ പോവുകയാണെന്നും ജാൻസി പറയുമ്പോ അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് നല്ലതെന്നും പക്ഷെ എന്നെ ഇതിലേക്ക് വലിച്ചിടരുതെന്നും ഹരീഷ് മറുപടി പറയുന്നു. മാത്രമല്ല ഞാൻ ഇന്ന് മോളെ കാണാൻ കോടതിയിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോഴാണ് ഹരീഷിന്റെ ഫോണിലേക്ക് CAയുടെ കോള് വരുന്നത്. എത്രയും പെട്ടെന്ന് പോലീസ് ക്ലബിലേക്ക് വരാൻ CA പറയുമ്പോ എനിക്കിപ്പോ കോടതിയിലേക്ക് പോകാനുണ്ടെന്ന് ഹരീഷ് പറയുന്നെങ്കിലും വേഗം വരാൻ പറഞ്ഞ് CA കോള് കട്ട് ചെയ്യുന്നു. എന്നെ വിളിപ്പിച്ച സ്ഥിതിക്ക് CA ഇനി സാറിനെ വിളിക്കുമെന്നും എന്തായാലും അവിടെ വന്നിട്ട് ഇതുപോലെ പേടി കാണിക്കരുതെന്ന് ഉപദേശിച്ചാണ് ഹരീഷ് അവിടെ നിന്ന് പോകുന്നത്. പറഞ്ഞപോലെ തന്നെ ഹരീഷ് പോയ പിറകെ ജാൻസിയുടെ ഫോണിലേക്ക് CAയുടെ കോള് വരുന്നു. നെക്സ്റ്റ് സീനിൽ DYSP സുരേഷും CAയും SA റഷീദും കൂടെ അൻസാറിന്റെ ബോഡി കണ്ടെടുത്ത ലാൻഡിന്റെ ഓണറിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. കോടതി ഉത്തരവ് ലംഘിച്ച് പരിസ്ഥിതി ലോല പ്രദേശത്ത് കൺസ്ട്രക്ഷൻ നടത്താൻ ശ്രമിച്ച ആ ലാൻഡ് ഓണർക്കെതിരെ അൻസാർ പബ്ലിക്കിന് മുമ്പിൽ തെളിവ് സമർപ്പിച്ചിരുന്നു. അതിന്റെ ദേഷ്യത്തിൽ അയാൾ അവനെ കൊന്നു ചതുപ്പ് താഴ്ത്തിയെന്ന രീതിയിലാണ് പോലീസുകാർ അയാളോട് സംസാരിക്കുന്നത്. ഉത്തരവ് ലംഘിച്ച് ചതുപ്പ് മൂടിയെങ്കിലും ഇതറിഞ്ഞ് ചതുപ്പ് പഴയ നിലയിലാക്കാൻ കോടതി ഉത്തരവിട്ടതുകൊണ്ടാണ് അൻസാറിന്റെ ബോഡി കണ്ടെത്തുന്നത്. ഇങ്ങനെ ഒരു പണി നീ പ്രതീക്ഷിച്ചില്ലല്ലേ എന്ന് റഷീദ് ചോദിക്കുമ്പോൾ ചതുപ്പ് നികത്താൻ കോൺട്രാക്ട് കൊടുത്തെന്നല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് ലാൻഡ് ഓണർ മറുപടി പറയുന്നു. ക്വസ്റ്റ്യൻ ചെയ്ത ശേഷം എപ്പോ വിളിപ്പിച്ചാലും വരണമെന്ന് പറഞ്ഞിട്ടാണ് ലാൻഡ് ഓണറിനെ അവർ പറഞ്ഞു വിടുന്നത്.
ഹരീഷ് ആകട്ടെ പോലീസ് ക്ലബിന് പുറത്ത് ചോദ്യം ചെയ്യലിന് വെയിറ്റ് ചെയ്യുമ്പോഴാണ് പേടി കാരണം തനിച്ച് വണ്ടി ഓടിക്കാൻ പോലും പറ്റാതെ ഒരു ഓട്ടോയിൽ കയറി ജാൻസി അവിടേക്ക് വരുന്നത്. ജാൻസിയുടെ ടെൻഷനൊക്കെ കണ്ട് ഹരീഷ് അവളെ ആശ്വസിപ്പിക്കുന്നെങ്കിലും ജാൻസിയുടെ പേടി മാറുന്നില്ല. അവര് തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് തന്നെയാണ് ഹരീഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. കോൾ എടുത്തതും അല്പം മാറി നിന്ന് ആളെ അറിഞ്ഞോ എന്നും അയാളുടെ മോള് തന്നെയല്ലേ എന്നും ഹരീഷ് ഫോണിലൂടെ ചോദിക്കുന്നു. എതിർവശത്തുള്ളയാൾ അതേന്ന് ഉറപ്പിക്കുമ്പോൾ ഹരീഷ് ആശ്വാസത്തോടെ കോള് കട്ട് ചെയ്യുന്നു. കാര്യം എന്താണെന്ന് ഹരീഷ് ജാൻസിയോട് പറയുന്നതിന് മുന്നേ തന്നെ ചോദ്യം ചെയ്യലിനായി അവരെ അകത്തേക്ക് വിളിപ്പിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ജൂൺ 14 രാത്രി 11:30 12 ഇടയിലാണ് അൻസാറിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. ആ സമയം തന്നെ ഹരീഷും ജാൻസിയും അൻസാറിന്റെ ബോഡി കണ്ടെടുത്ത സ്ഥലത്ത് ഉണ്ടായിരുന്നെന്ന് അവരുടെ ടവർ ലൊക്കേഷനിൽ നിന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അതിനെക്കുറിച്ച് സുരേഷ് ചോദിക്കുമ്പോൾ നൈറ്റ് പെട്രോളിങ്ങിന്റെ ഭാഗമായിട്ട് പോയതാണെന്നും വണ്ടിക്ക് മിസ്സിംഗ് ഉള്ളതുകൊണ്ട് അവിടെ വെച്ച് ഓഫായി പോയിരുന്നുവെന്നും ഹരീഷ് മറുപടി പറയുന്നു. സുരേഷ് വീണ്ടും അവരെ കൊടുക്കുന്ന വിധത്തിൽ ചോദ്യം ചോദിക്കുന്നെങ്കിലും ഹരീഷാണ് അതിനെല്ലാം മറുപടി പറയുന്നത്. ഇത് മനസ്സിലാക്കിയതും ജാൻസിയെ പുറത്തിരുത്തി സുരേഷ് ഹരീഷിനെ ഒറ്റയ്ക്ക് ചോദ്യം ചെയ്യുന്നു. ജാൻസി പുറത്തേക്ക് ഇറങ്ങിയതും സുരേഷ് ഒരു പ്രത്യേക ഭാവത്തോടെ ഹരീഷിന്റെ അടുത്ത് വന്ന് ജാൻസിയുമായിട്ടുള്ള അവന്റെ ബന്ധത്തെക്കുറിച്ച് വളരെ മോശമായിട്ട് ചോദ്യം ചെയ്യുന്നു. മാത്രമല്ല പാതിരാത്രിക്ക് ആ കാടിനുള്ളിൽ നിങ്ങൾ രണ്ടുപേരും മാത്രം തനിച്ച് എന്ത് ചെയ്യാൻ പോയതാണെന്ന് സുരേഷ് ചോദിക്കുമ്പോഴേക്കും ഹരീഷിന്റെ നിയന്ത്രണം വിട്ടുപോകുന്നു. ഇതേ ചോദ്യം സാറ് വീട്ടിൽ പോയി മോളോടൊന്ന് ചോദിക്കാനും അന്ന് രാത്രി കാറിനുള്ളിൽ അൻസാറുമായിട്ട് എന്തായാലും പരിപാടിയെന്ന് തിരക്കാനും ഹരീഷ് പറയുമ്പോ സുരേഷിനാകെ അപമാനം തോന്നുന്നു. ഇവന്റെ ഫോൺ വാങ്ങി വെച്ചേക്കാനും ഞാൻ പറയുന്നത് വരെ ഇവരെ പുറത്തു വിടരുതെന്നും സിഐയെ പറഞ്ഞേൽപ്പിച്ച് സുരേഷ് വേഗം പുറത്തേക്ക് പോകുന്നു. പക്ഷെ എനിക്കിന്ന് മോളെ കാണാൻ കോടതിയിൽ പോകണമെന്നും അതുകൊണ്ട് തന്നെ പോകാൻ അനുവദിക്കണമെന്നും ഹരീഷ് സിഐയോടും റഷീദിനോടും ഒക്കെ കെഞ്ചി പറയുന്നെങ്കിലും ഡിവൈഎസ്പി സുരേഷിനെ എതിർത്ത് എന്തെങ്കിലും ചെയ്യാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഹരീഷിന്റെ മകളെ കാണാനുള്ള ഉത്തരവ് വാങ്ങിയിരുന്നത്. പക്ഷെ ഇപ്പൊ സമയം കഴിഞ്ഞിട്ടും ഹരീഷിനെ കാണാനിട്ട് വക്കീല് ഹരീഷിനെ കോൾ ചെയ്യുന്നെങ്കിലും മൊബൈല് പിടിച്ചു വെച്ചിരുന്നതുകൊണ്ട് ഹരീഷിന് കോൾ എടുക്കാൻ പറ്റുന്നില്ല. മറുഭാഗത്ത് സുരേഷ് ആകട്ടെ ക്ലബിൽ നിന്ന് നേരെ സ്വന്തം വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോ മകൾ അഞ്ജലി കഴിക്കാനുള്ള ഭക്ഷണം എടുത്തു വെക്കുന്നത് കണ്ട് എനിക്ക് ഏതായാലും ഇപ്പൊ കഴിക്കാൻ വേണ്ടെന്ന് സുരേഷ് അവളോട് പറയുന്നു. അവന്റെ പുഴുവരിക്കുന്ന ശരീരം ഇപ്പോഴും എന്റെ കൺമുൻപിലുണ്ടെന്നും അതുകൊണ്ടാണ് കഴിക്കാൻ വേണ്ടാത്തതെന്ന് സുരേഷ് പറയുമ്പോ അഞ്ജലി കണ്ണീരടക്കി അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുന്നു. അന്ന് രാത്രി അൻസാറിന്റെ കൂടെ കാറിലുണ്ടായിരുന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ നീ അകത്താവുമെന്നും പക്ഷെ അത് ചെയ്യാത്തത് നാണക്കേട് പേടിച്ചാണെന്ന് സുരേഷ് പറയുമ്പോ മറുത്തൊന്നും പറയാതെ അഞ്ജലി മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറുന്നു. അവിടെ ചെന്ന് മുത്തശ്ശിയുടെ മഴയിൽ കിടന്ന് അവൾ ഏറെ നേരം കരയുന്നു. മറുഭാഗത്ത് വീണ്ടും പോലീസ് ക്ലബാണ് കാണിക്കുന്നത്. ഏറെ താമസിച്ചാണ് ജാൻസിയെ ഹരീഷിനെയും പോലീസ് ക്ലബിൽ നിന്ന് പറഞ്ഞു വിടുന്നത്. അപ്പോഴേക്കും കോടതി അനുവദിച്ചിരുന്ന സമയം കഴിഞ്ഞിരുന്നതുകൊണ്ട് ഹരീഷിന് തന്റെ മകളെ കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ മകളെ ഒന്ന് കാണണമെന്ന ആഗ്രഹവുമായി ഹരീഷ് നേരെ ഭാര്യയും മകളും താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. ഹരീഷിനെ കണ്ടതും മോൾ ഉടനെ അവന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു. പക്ഷെ അവളെ ഒന്ന് ചേർത്ത് പിടിക്കുമ്പോഴേക്കും ഹരീഷിന്റെ ഭാര്യ അങ്ങോട്ട് വന്ന് കുഞ്ഞിനെ പിടിച്ച് അകത്തേക്ക് പോകുന്നു. അത് കണ്ട് ഹരീഷിന് കൂടെ വന്നിരുന്ന ജാൻസിക്കും ആകെ വിഷമം തോന്നുന്നു. അലച്ചിലുകൾക്കൊടുവിൽ ആകെ അസ്വസ്ഥമായ മനസ്സോടെയാണ് ജാൻസി വീട്ടിലേക്ക് വരുന്നത്. പക്ഷെ റൂമിലിരിക്കുന്ന ഫെലിക്സ് എഴുതി വെച്ച കത്ത് കണ്ടതും അവൾ ഒന്നുകൂടി തകർന്നു പോകുന്നു. ഒരാശ്വാസത്തിനായി ജാൻസി ഹരീഷിനെ കോൾ ചെയ്യുന്നെങ്കിലും ഹരീഷ് ആ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഒടുവിൽ ജാൻസി നേരെ ഹരീഷിന്റെ വീട്ടിലേക്ക് പോകുന്നു. ജാൻസിയെ കണ്ടതും ഹരീഷ് ടേബിളിൽ ഉണ്ടായിരുന്ന മദ്യക്കുപ്പി അവിടെ നിന്ന് മാറ്റിവെക്കുന്നു. ജാൻസി ആവട്ടെ ഒന്നും മിണ്ടാതെ ഫെലിക്സ് എഴുതിയ കത്തെടുത്ത് ഹരീഷിന്റെ കയ്യിൽ കൊടുക്കുന്നു. താൻ സ്വയം കണ്ടെത്താനുള്ള യാത്രയിലാണെന്നും ജാൻസിയൊത്തുള്ള ജീവിതയാത്ര ഇവിടെ അവസാനിപ്പിക്കാമെന്നുമായിരുന്നു ഫെലിക്സ് ആ കത്തിൽ എഴുതിയിരുന്നത്. കത്ത് വായിച്ചതും തന്റെ മുമ്പിലിരുന്ന് വിങ്ങു പൊട്ടുന്ന ജാൻസിയെ ഹരീഷ് തോളി തട്ടി ആശ്വസിപ്പിക്കുന്നു. അപ്പോഴേക്കും ഒരാശ്രയം കിട്ടിയ മട്ടിൽ ജാൻസി ഹരീഷിനെ ചുറ്റിപ്പിടിച്ച് കരയുന്നു. ജാൻസിയുടെ അവസ്ഥ മനസ്സിലാക്കി ഹരീഷ് അവളെ ആശ്വസിപ്പിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ഹരീഷും ജാൻസിയും കൂടെ ഫോറസ്റ്റ് ഓഫീസിൽ ചെന്ന് അൻസാർ കൊല്ലപ്പെട്ട രാത്രിയിലെ അഞ്ജലിയുടെ കാറിന്റെ ഫൂട്ടേജ് ചെക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പക്ഷെ ആ ഫൂട്ടേജ് അതിലുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം താൻ നേരിട്ട് കണ്ട ഫൂട്ടേജ് ഡിലീറ്റ് ആയതിനെ കുറിച്ച് ഫോറസ്റ്റ് ഓഫീസറിനോട് ചോദിക്കുമ്പോൾ വളരെ പരുഷമായിട്ടാണ് അവർ മറുപടി പറയുന്നത്. ഡിവൈഎസ്പി പറഞ്ഞിട്ടായിരിക്കും അവർ അത് ഡിലീറ്റ് ചെയ്തത് എന്ന് അറിയാവുന്നത് കൊണ്ട് നമുക്ക് മറ്റെന്തെങ്കിലും വഴി നോക്കാമെന്ന് ജാൻസി ഹരീഷിനോട് പറയുന്നു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ തിരിച്ചു പോകും വഴിയാണ് ഡ്യൂട്ടിയിലെ ഗുരുതരമായ പിഴവിന് ജാൻസിയെ ഹരീഷിനെ സസ്പെൻഡ് ചെയ്തെന്ന് സെറ്റിലൂടെ അറിയിപ്പ് വരുന്നത്. ഇത് കേട്ടതും അഞ്ജലി അൻസാറിനെ രാത്രി കാറ് വെച്ച് കണ്ടത് പുറത്തു പറയാതിരിക്കാനാണ് സുരേഷ് ആദ്യം തന്നെ തങ്ങളെ കൊടുക്കാൻ ശ്രമിച്ചതെന്ന് അവർക്ക് മനസ്സിലാവുന്നു. നെക്സ്റ്റ് സീനിൽ സിഐയെ റഷീദിനെയും സുരേഷ് വിളിപ്പിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. ജാൻസി ഹരീഷ് നിരപരാധികളാണെന്നും മാത്രമല്ല അൻസാറിനെ കൊല്ലേണ്ട യാതൊരു മോട്ടീവും അവർക്കില്ലെന്നും റഷീദ് സുരേഷിനോട് പറയുന്നു. പക്ഷെ ജാൻസിയുടെ ഹസ്ബൻഡ് ഫെലിക്സും അൻസാറും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടായിരുന്നെന്നും മരിക്കുന്നതിന് കുറച്ചു ദിവസം മുന്നേ വരെ അവർ കോൾ ചെയ്തിട്ടുണ്ടെന്ന് സുരേഷ് പറയുമ്പോൾ അവരാകെ ഷോക്കാവുന്നു.
മാത്രമല്ല അൻസാറിന്റെ മരണശേഷം ഫെലിക്സ് മിസ്സിംഗ് ആണെന്നും പക്ഷെ ജാൻസി ഇതുവരെ മിസ്സിംഗ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും സുരേഷ് അവരോട് പറയുന്നു. ചെറിയ കാര്യങ്ങൾ ഊതിപ്പെരുപ്പിക്കുന്ന രീതിയിലുള്ള സുരേഷിന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ സുരേഷ് അവരെ മനഃപൂർവ്വം കൊടുക്കുകയാണെന്ന് റഷീദിന് മനസ്സിലാവുന്നു. മാത്രമല്ല ജാൻസിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഹരീഷ് ഒരിക്കലും ഒരു കൊലപാതകത്തിന് ജാൻസിക്ക് കൂട്ടുനിൽക്കില്ലെന്നും റഷീദിന് അറിയാമായിരുന്നു. റഷീദ് വീണ്ടും ജാൻസിക്ക് ഹരീഷിനും അനുകൂലമായി സംസാരിക്കുന്നെങ്കിലും അക്കാരണം കൊണ്ട് തന്നെ സുരേഷ് റഷീദിനെ ആ കേസന്വേഷണത്തിൽ നിന്ന് പുറത്താക്കുന്നു. നെക്സ്റ്റ് സീനിൽ സസ്പെൻഷനിലായ ജാൻസിയും ഹരീഷും റഷീദിന്റെ വീട്ടിൽ വരുന്നതാണ് കാണിക്കുന്നത്. സംഭവിച്ച കാര്യങ്ങളെല്ലാം അവർ റഷീദിനോട് തുറന്നു പറയുന്നു. അപ്പൊ തന്നെ നിങ്ങൾ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യാഞ്ഞതുകൊണ്ടാണ് കാര്യങ്ങൾ ഇത്തരം വഷളായെന്ന് റഷീദ് പറയുമ്പോൾ ജാൻസി ഹരീഷിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കുന്നു. ഇനിയിപ്പോ അൺഒഫീഷ്യലായി നിങ്ങൾ തന്നെ ഈ കേസ് അന്വേഷിച്ചാലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ എന്ന് റഷീദ് അവരോട് പറയുന്നു. ശേഷം ഹരീഷും ജാൻസിയും കൂടെ അൻസാറിന്റെ ചാനലിന്റെ ഓഫീസിലേക്ക് പോകുന്നു. അവിടെയുണ്ടായിരുന്ന അൻസാറിന്റെ ചാനൽ പാർട്ണറും കോളേജ് ഫ്രണ്ടുമായ വീണയോട് അവർ അൻസാറിനെ കുറിച്ച് അന്വേഷിക്കുന്നു. അൻസാറിന്റെ പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ചൊക്കെ ചോദിച്ച ശേഷം അഞ്ജലിയെ പരിചയമുണ്ടോ എന്ന് ജാൻസി വീണയോട് ചോദിക്കുന്നു. മുൻപ് ഒരു ചാനലിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ടെന്ന് വീണ മറുപടി പറയുന്നു. അൻസാറും അഞ്ജലിയും തമ്മിൽ എങ്ങനെയായിരുന്നെന്ന് ചോദിക്കുമ്പോൾ ആ സമയം അവര് തമ്മിൽ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെന്നും പക്ഷെ അഞ്ജലിയുടെ അച്ഛന് അതിനോട് താല്പര്യമില്ലായിരുന്നെന്നും വീണ മറുപടി പറയുന്നു. ശേഷം അഞ്ജലിയും ഹരീഷും കൂടെ അഞ്ജലിയെ കാണാൻ പോകുന്നതാണ് കാണിക്കുന്നത്. ആ ബസ് യാത്രക്കിടെ അൻസാറിന്റെ മരണത്തെക്കുറിച്ചുള്ള ഒരു വാർത്ത ഹരീഷ് ഫോണിലൂടെ കാണുന്നുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് അൻസാറിന്റെ ദേഹത്ത് എന്തോ കട്ടിയുള്ള സാധനം കൊണ്ട് അടിച്ചതിന്റെ പാടുണ്ടെന്ന് റിപ്പോർട്ടർ പറയുന്നു. മാത്രമല്ല അംബ്രോസ് എന്നൊരാളൊഴികെ ഇന്നേ വരെ മറ്റാരും അൻസാർ വീണ് ചതുപ്പ് വീണ് മരിച്ചിട്ടില്ല. അംബ്രോസിന്റെ പോത്ത് ചതുപ്പ് വീണപ്പോ അതിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ പോത്തിന്റെ ചവിട്ടുകൊണ്ടാണ് അംബ്രോസ് ചതുപ്പ് താഴ്ന്നത്. അല്ലാതെ സാധാരണഗതി അതി വീണവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് സമീപവാസികൾ റിപ്പോർട്ടറിനോട് പറയുന്നു. ഈ ന്യൂസ് കണ്ടതും ഹരീഷ് ഉടനെ അത് ജാൻസിയും കാണിച്ചു കൊടുക്കുന്നു. അൻസാറിന്റേത് ഒരു കൊലപാതകമാണെന്ന് ഉറപ്പായ സ്ഥിതിക്ക് നമ്മൾ എന്തായാലും അത് ചെയ്തതാരാണെന്ന് കണ്ടെത്തണമെന്ന് ഹരീഷ് ജാൻസിയോട് പറയുന്നു. ശേഷം അഞ്ജലിയോട് സംസാരിക്കാനായി ജാൻസി അവളെ ഫോളോ ചെയ്ത് ഒരു ATM-നുള്ളിൽ കയറുന്നു. മറ്റാരും ശ്രദ്ധിക്കാത്ത വിധം അവിടെ വെച്ച് ജാൻസി അഞ്ജലിയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ജാൻസി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തിരിച്ചു സംസാരിക്കാൻ കൂട്ടാക്കാതെ എന്നെ ഇനി കാണാൻ വരരുതെന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് പോകുന്നു. മറുഭാഗത്ത് ഹരീഷ് ആകട്ടെ സുരേഷിന്റെ സ്ക്വാഡിലുള്ള സാബു എന്നൊരു സുഹൃത്ത് വഴി അൻസാർ മരിച്ച ദിവസം സുരേഷ് എവിടെയായിരുന്നെന്ന് അന്വേഷിക്കുന്നു. അന്നത്തെ ദിവസം സുരേഷ് ഒരു ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നെന്ന് സാബു പറയുമ്പോൾ ആ പ്രതീക്ഷ അവസാനിക്കുന്നു. നെക്സ്റ്റ് സീനിൽ സുരേഷിന്റെ അടുത്ത് സ്ക്വാഡിലുള്ള ബിജോയും മിനോയും വരുന്നത് കാണിക്കുന്നു. കുറച്ചു നാളുകൾക്ക് മുമ്പ് വില്ലേജ് ഓഫീസുകളിലെ അനാസ്ഥയെക്കുറിച്ച് അൻസാർ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. അക്കൂട്ടത്തിൽ ആനച്ചാൽ വില്ലേജ് ഓഫീസറായ ഫെലിക്സിനെ കുറിച്ചും അൻസാർ സ്റ്റോറി ചെയ്തിരുന്നു. അതിന്റെ വീഡിയോ വിജയ് സുരേഷിന് കാണിച്ചു കൊടുക്കുന്നു. ശേഷം സുരേഷും മറ്റു ചില പോലീസുകാരും കൂടെ ജാൻസിയുടെ വീട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. പ്രതീക്ഷിക്കാതെ അവരെ കണ്ട് ജാൻസി ചെറുതായി ഒന്ന് ഷോക്കാവുന്നു. അപ്പോഴേക്കും വീട് മുഴുവൻ ചെക്ക് ചെയ്യാൻ സുരേഷ് പോലീസുകാരോട് പറയുന്നു. ഫെലിക്സ് എവിടെയെന്ന് സുരേഷ് ചോദിക്കുമ്പോൾ ഫെലിക്സ് എഴുതിയ കത്ത് ജാൻസി അയാൾക്ക് കൊടുക്കുന്നു. പക്ഷെ ഈ കയ്യക്ഷരം കണ്ടിട്ട് സ്ത്രീകൾ എഴുതിയതുപോലെ ഉണ്ടല്ലോ എന്ന് സുരേഷ് ചോദിക്കുമ്പോൾ അയാൾ വന്നത് വെറുതെ അല്ലെന്ന് ജാൻസിക്ക് മനസ്സിലാവുന്നു. അപ്പോഴേക്കും വീടിനുള്ളിലെ തിരച്ചിലിൽ നിന്നും ഫെലിക്സിന്റെ പഴയ ഫോണും ഉപേക്ഷിച്ച ഒരു സിമ്മും പോലീസ് കണ്ടെത്തുന്നു. അതുമായി പോലീസ് പുറത്തിറങ്ങിയതും മാധ്യമങ്ങൾ അവർക്ക് ചുറ്റും കൂടുന്നു. നിർണായകമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് ജാൻസി ഒന്ന് പുച്ഛത്തോടെ ചിരിക്കുകയൂടി ചെയ്തിട്ടാണ് സുരേഷ് അവിടെ നിന്ന് പോകുന്നത്. നെക്സ്റ്റ് സീനിൽ സാബു ഹരീഷിനെ മീറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നീ എന്ന് സംശയിച്ചതുപോലെ അൻസാർ മരിച്ച ദിവസം സുരേഷ് സാർ ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തെങ്കിലും പരിപാടി മുഴുവനും പങ്കെടുക്കാതെ പ്രസംഗം കഴിഞ്ഞ ഉടനെ അവിടുന്ന് പോയെന്ന് സാബു ഹരീഷിനോട് പറയുന്നു. മാത്രമല്ല സുരേഷിന്റെ സ്ക്വാഡിലുള്ള ബിജോയും ബിനോയും പരിപാടി പങ്കെടുത്തില്ലെന്നും പക്ഷെ അറ്റൻഡൻസിൽ അവരുടെ പേരുണ്ടെന്നും സാബു ഹരീഷിനോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ ഹരീഷും ജാൻസിയും കൂടെ റഷീദിന്റെ വീട്ടിൽ വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. തങ്ങൾ ഇതുവരെ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഹരീഷ് റഷീദിനോട് പറയുന്നു. അൻസാറിന്റെ കേസിൽ നിന്ന് മാറ്റിയ ശേഷം റഷീദ് ഇപ്പോ മാന്ദ്ര പെൺകുട്ടിയുടെ സൂയിസൈഡ് കേസാണ് അന്വേഷിക്കുന്നത്. ആ പെൺകുട്ടിയുടെ കാമുകനും കൂട്ടുകാരും സ്ഥിരമായി അൻസാർ മരിച്ച ചതുപ്പിനടുത്തുള്ള ഒഴിഞ്ഞ കെട്ടിടത്തിൽ നിന്നും മദ്യപിക്കാറുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസത്തിന് ശേഷം അവരെല്ലാരും ഒളിവിലാണ്. അങ്ങനെയാണെങ്കിൽ അൻസാർ മരിച്ച രാത്രിയിലും അവരവിടെ ഉണ്ടായിരുന്നിരിക്കുമെന്നും ഒരുപക്ഷെ അൻസാറിന്റെ മരണത്തിന് ദൃക്സാക്ഷികളായതുകൊണ്ടുകൂടിയാവാം അവര് പേടിച്ച് ഒളിവിൽ പോയതെന്നും ജാൻസി സംശയം പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവരെ കൈ കിട്ടിയാൽ ചിലപ്പോ നമുക്ക് എന്തെങ്കിലും അറിയാൻ സാധിക്കുമെന്ന് ഹരീഷും പറയുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മാന്ദ്ര പെൺകുട്ടിയുടെ കാമുകനെയും കൂട്ടുകാരെയും ലൊക്കേറ്റ് ചെയ്ത് റഷീദും ജാൻസി ഹരീഷും കൂടെ അവിടേക്ക് പോകുന്നു. അവരെ ചോദ്യം ചെയ്യുമ്പോൾ സൂയിസൈഡ് ചെയ്ത പെൺകുട്ടിയുമായി 6 മാസം മുന്നേ ബ്രേക്കപ്പ് ആയതാണെന്നും മരിക്കുന്നതിന്റെ തലേ ദിവസം അവൾ ഇങ്ങോട്ട് വിളിച്ച് വഴക്കിട്ടതാണെന്നും അവളുടെ കാമുകൻ പോലീസിനോട് പറയുന്നു. ആ പെൺകുട്ടി മരിച്ച ദിവസം നിങ്ങൾ എവിടെയായിരുന്നെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ റോബി ഒഴികെ ബാക്കി എല്ലാവരും ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയിക്കുകയായിരുന്നെന്ന് ആ പയ്യൻ മറുപടി പറയുന്നു. സൂയിസൈഡ് ചെയ്ത പെൺകുട്ടിയുടെ ഫോട്ടോയോ വീഡിയോ വല്ലോ ഉപയോഗിച്ച്
ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ ഹരീഷ് അവന്റെ ബാഗ് പരിശോധിക്കുമ്പോഴാണ് അതിൽ നിന്നും ഒരു സാൻഡ് ഡിസ്ക് കിട്ടുന്നത്. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ രാവിലെ വാക്കിങ്ങിന് പോയപ്പോ ചതുപ്പിനടുത്ത് നിന്ന് കിട്ടിയതാണെന്ന് ആ പയ്യൻ മറുപടി പറയുന്നു. നീ ഇതിലെ ഡേറ്റ ചെക്ക് ചെയ്തിരുന്നോ എന്ന് ജാൻസി ചോദിക്കുമ്പോൾ ഇത് പ്രൊട്ടക്റ്റഡ് ആണെന്നും 2 കീ ഒരുമിച്ച് എന്റർ ചെയ്താൽ മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റൂ എന്നും ആ പയ്യൻ മറുപടി പറയുന്നു. ശേഷം ഹരീഷും ജാൻസിയും കൂടെ സാബു വഴി ബിനോയും ബിജോയും സ്ഥിരമായി ഉപയോഗിക്കാറുണ്ടായിരുന്ന വണ്ടി സംഘടിപ്പിക്കുന്നു. ശേഷം ഒരു ഫോറൻസിക് സർജനെ ഉപയോഗിച്ച് ആ വണ്ടിയിൽ നിന്ന് അൻസാറിന്റെ ഹെയർ സ്റ്റാൻഡ്സും ബ്ലഡ് സ്ട്രെയിൻസും അവർ കണ്ടെത്തുന്നു. പക്ഷെ ഈ തെളിവുകൾ കൊണ്ട് മാത്രം സസ്പെൻഷനിലുള്ള ഒരു SIക്ക് ഡ്യൂട്ടിയിലുള്ള DYSPക്ക് നേരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയില്ലെന്ന് ജാൻസിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് DYSPക്കെതിരെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നു. നെക്സ്റ്റ് സീനിൽ സുരേഷിന്റെ വീടാണ് കാണിക്കുന്നത്. അൻസാറിന്റെ കേസിൽ ജാൻസിക്ക് ഹരീഷിനും എതിരെ തെളിവുകൾ ഉണ്ടെന്നും അതുകൊണ്ട് അവരെ ചോദ്യം ചെയ്യാൻ പെർമിഷൻ തരണമെന്നും സുരേഷ് SPയെ കോൾ ചെയ്ത് അനുവാദം ചോദിക്കുന്നു. അവർക്കെതിരെ എന്ത് തെളിവാണുള്ളതെന്ന് SP ചോദിക്കുമ്പോൾ പുറമേ കാണുന്നത് പോലെ അൻസാർ അത്ര നല്ലവനല്ലെന്നും അവനും ഫെലിക്സും തമ്മിൽ ചില ഇല്ലീഗൽ ബിസിനസ്സുകൾ ഉണ്ടായിരുന്നെന്നും ഇടയ്ക്കെപ്പോഴോ തെറ്റിപ്പിരിഞ്ഞപ്പോ അതിന്റെ വൈരാഗ്യം തീർത്തതാണെന്നും സുരേഷ് പറയുന്നു. ഫെലിക്സിനെ ക്രൈം ചെയ്യാൻ സഹായിച്ചത് ജാൻസിയാണെന്നും ഹരീഷിനും അവർക്ക് കൂട്ടുനിന്നെന്ന് സുരേഷ് പറയുമ്പോൾ അതെല്ലാം കേട്ടുകൊണ്ട് അഞ്ജലി അവിടേക്ക് വരുന്നു. സുരേഷിന്റെ സംസാരം കേട്ടതും അൻസാറിനെ മോശക്കാരനാക്കി അവന്റെ കൊലപാതകം 2 പാവപ്പെട്ട പോലീസുകാരുടെ തലയിൽ വെച്ച് കെട്ടാനാണ് തന്റെ അച്ഛൻ ശ്രമിക്കുന്നതെന്ന് അഞ്ജലിക്ക് മനസ്സിലാവുന്നു. ഇനിയെങ്കിലും സത്യങ്ങൾ തുറന്നു പറയണമെന്ന തിരിച്ചറിവിൽ സുരേഷ് അറിയാതെ അഞ്ജലി ജാൻസിയുടെ വീട്ടിലേക്ക് പോകുന്നു. ആദ്യം തന്നെ മുൻപ് പരുഷമായി പെരുമാറിയതിന് അഞ്ജലി ജാൻസിയോട് ക്ഷമ ചോദിക്കുന്നു. ഇനിയെങ്കിലും ഞാൻ സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അത് അൻസാറിനോട് ചെയ്യുന്ന തെറ്റായി പോകുമെന്ന് പറഞ്ഞ് അഞ്ജലി തനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. കോളേജ് കാലം മുതൽ പ്രണയത്തിലാണെങ്കിലും സുരേഷിന്റെ എതിർപ്പുകൾ കാരണം അഞ്ജലിക്ക് ആ പ്രണയം ഉപേക്ഷിക്കേണ്ടി വരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഗർഭിണിയായ യാസ്മിനൊത്ത് അൻസാർ ഹോസ്പിറ്റലിൽ വരുമ്പോഴാണ് തികച്ചും യാദൃച്ഛികമായി അഞ്ജലി അവിടെ വെച്ച് കാണുന്നത്. അന്നത്തെ സാഹചര്യത്തിൽ ഇരുവർക്കും പരസ്പരം ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിലും പിന്നീട് ഇരുവരും പുറത്തുവെച്ച് കണ്ടുമുട്ടുന്നു. അഞ്ജലി പോയ ശേഷം ഏറെ നാൾ ഡിപ്രഷനിലായിരുന്ന അൻസാർ പിന്നീടാണ് യാസ്മിനെ വിവാഹം കഴിക്കുന്നത്. യാസ്മിനൊത്ത് സന്തോഷത്തോടെ ജീവിക്കുകയാണെങ്കിലും അഞ്ജലി ഇപ്പോഴും തന്നെ ഓർത്ത് അവിവാഹിതയായി തുടരുകയാണെന്ന് അറിഞ്ഞതും അവൻ ഒരുപാട് വിഷമം തോന്നുന്നു. മാത്രമല്ല ഇനി ഒരിക്കൽ കൂടി ഞാൻ നിന്നെ തനിച്ചാക്കില്ലെന്ന് അവൻ അവൾക്ക് ഉറപ്പ് നൽകുന്നു. അങ്ങനെ ആരും അറിയാതെ അൻസാറും അഞ്ജലിയും അവരുടെ പ്രണയം തുടരുന്നു. കുറച്ചു നാളുകൾ കഴിഞ്ഞാണ് അഞ്ജലി അൻസാറുമായി ബന്ധം തുടരുന്നെന്ന കാര്യം സുരേഷ് തിരിച്ചറിയുന്നത്. എങ്ങനെയെങ്കിലും അത് ഇല്ലാതാക്കണമെന്ന് സുരേഷ് തീരുമാനിക്കുന്നു. അതിനായി സുരേഷ് പറഞ്ഞ പ്രകാരം ബിജോയും ബിനോയും കൂടെ അൻസാറിനെ ഭീഷണിപ്പെടുത്തുകയും തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ച ശേഷം റോഡിൽ ഇറക്കി വിടുകയും ചെയ്യുന്നു. അൻസാർ ആകെ അവശനായി വീട്ടിലെത്തിയതും കാര്യമറിഞ്ഞ് അഞ്ജലി അവനെ കോൾ ചെയ്യുന്നു. തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് അൻസാർ അവളെ ആശ്വസിപ്പിക്കുന്നെങ്കിലും അഞ്ജലി അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. എനിക്കിപ്പൊ തന്നെ നിന്നെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് അവൾ അവനോട് വാശി പിടിക്കുന്നു. അങ്ങനെ ആ രാത്രി തന്നെ അൻസാർ അഞ്ജലിയെ കാണാൻ ചതുപ്പിനടുത്തേക്ക് വരുന്നു. അൻസാറിന്റെ ദേഹത്തെ മുറിവുകൾ കണ്ട് താൻ കാണുവാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നോർത്ത് അഞ്ജലിക്ക് ഒരുപാട് വിഷമം തോന്നുന്നു. അതൊന്നും സാരമില്ലെന്ന് പറഞ്ഞ് അൻസാർ അവളെ ആശ്വസിപ്പിക്കുന്നു. ഈ സമയത്താണ് ജാൻസി ഹരീഷും ആ വഴി വരുന്നത്. അവരുടെ പോലീസ് വാഹനം കണ്ടതും സുരേഷിന്റെ ആളുകൾ ഫോളോ ചെയ്ത് വന്നതാണെന്ന് പേടിച്ചാണ് അൻസാർ കാറിൽ നിന്ന് ഇറങ്ങി ഓടുന്നത്. ആ സമയം മനസ്സിലാ മനസ്സോടെയാണെങ്കിലും അൻസാർ പറഞ്ഞിട്ടാണ് അഞ്ജലി അവിടെ നിന്ന് കാർ എടുത്തു പോകുന്നത്. നെക്സ്റ്റ് സീനിൽ ഹരീഷ റഷീദും ജാൻസിയും കൂടെ അഞ്ജലിയെ SPക്ക് മുമ്പിൽ ഹാജരാക്കി സത്യങ്ങളെല്ലാം പറയുന്നതാണ് കാണിക്കുന്നത്. കേസ് അന്വേഷണത്തിലെ നമ്മളെ ഇതുവരെ കാണിച്ച കാര്യങ്ങളൊക്കെ അവർ മൂവരും SPയോട് പറയുന്നു. ശേഷം സുരേഷ് തന്നെയാണ് പ്രതിയെന്ന് ഉറപ്പിക്കുന്ന മറ്റു ചില കണ്ടുപിടുത്തങ്ങൾ കൂടെ അവർ SPയോട് പറയുന്നു. അൻസാറിന്റെ കൊലപാതകി സുരേഷ് തന്നെയാണെന്ന് ഏകദേശം ഉറപ്പിച്ചെങ്കിലും അയാൾക്കെതിരെ ഒരു ശക്തമായ തെളിവ് കണ്ടെത്താൻ ജാൻസിക്ക് കഴിഞ്ഞിരുന്നില്ല. അപ്പോഴാണ് ഒരു ദിവസം റഷീദ് അവരെ കോൾ ചെയ്യുന്നത്. പണ്ട് സുരേഷിന്റെ ഡ്രൈവറായിരുന്ന സഹദേവൻ എന്നൊരു പോലീസുകാരനെ 1 മാസം മുമ്പ് അൻസാർ മീറ്റ് ചെയ്തതായി റഷീദിന് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. റഷീദിന്റെ ഒരു പഴയ സ്നേഹിതൻ കൂടിയായ സഹദേവൻ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടു പോയതുകൊണ്ട് അയാൾ എവിടെയാണെന്ന് ആർക്കും അറിയുമായിരുന്നില്ല. ഒടുവിൽ സഹദേവൻ തമിഴ്നാട്ടിലുണ്ടെന്നറിഞ്ഞ് അൻസാർ പോയി അയാളെ മീറ്റ് ചെയ്തിരുന്നു. സഹദേവനെ ചെന്ന് കണ്ടാൽ ചിലപ്പോ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുമെന്ന് റഷീദ് പറയുമ്പോ ജാൻസി ഹരീഷും അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അവർ 3 പേരും കൂടെ സഹദേവനെ കാണാനായി തമിഴ്നാട്ടിലേക്ക് പോകുന്നു. പഴയ സുഹൃത്തിനെ കണ്ടതിൽ സഹദേവൻ അല്പം സന്തോഷം തോന്നുന്നെങ്കിലും അവരുടെ വരവിന്റെ ഉദ്ദേശം അറിയുമ്പോൾ അയാൾ അല്പം ഗൗരവത്തിലാവുന്നു. അന്ന് തന്നെ കണ്ടിട്ട് പോയതിനു ശേഷമാണ് അൻസാർ കൊല്ലപ്പെട്ടതെന്ന് അറിഞ്ഞതും സഹദേവൻ അവരെ സഹായിക്കാമെന്ന് സമ്മതിക്കുന്നു. ശേഷം അന്ന് അൻസാർ അലിയെ കണ്ടതും സംസാരിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ സഹദേവൻ അവരോട് പറയുന്നു. സുരേഷിനെ കുറിച്ച് അറിയാനാണ് അൻസാർ അലി അന്ന് സഹദേവനെ കാണാനായിട്ട് വന്നത്. ഡിപ്പാർട്ട്മെന്റിൽ കയറിയ കാലം തൊട്ട് സുരേഷിന്റെ പലവിധ നെറുകെട്ട പരിപാടികളും അറിയാമെങ്കിലും തന്റെ മേലുദ്യോഗസ്ഥൻ എന്ന നിലയിൽ അതെല്ലാം കണ്ടില്ലെന്ന് വെക്കാന് വെറും ഒരു ഡ്രൈവറായ സഹദേവന് കഴിഞ്ഞിരുന്നുള്ളൂ. അതിലൊന്നായിരുന്നു നിലമ്പൂരിലെ ഒരു 7ാം ക്ലാസ്സുകാരിയുടെ റേപ്പ് കേസും. ആ കേസ് അന്വേഷിച്ചത് അന്ന് അവിടെ CA ആയിരുന്നു സുരേഷ് ആയിരുന്നു.
അന്നത്തെ ആ കേസിൽ തന്നെ ഉപദ്രവിച്ചത് സ്ഥലത്തെ ഒരു പ്രമുഖ വ്യക്തിയാണെന്ന് ആ പെൺകുട്ടി വിളിച്ചു പറയുന്നെങ്കിലും അത് വകവെക്കാതെ ആ കുറ്റം സുരേഷ് പെൺകുട്ടിയുടെ അച്ഛൻ സജീവിന്റെ തലയിൽ കെട്ടിവെക്കുന്നു. ശേഷം ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി അവളെ കൊണ്ട് തന്നെ സ്വന്തം അച്ഛനെതിരെ സുരേഷ് മൊഴി കൊടുപ്പിക്കുന്നു. അങ്ങനെ ആ കുടുംബം നാട്ടിൽ തികച്ചും ഒറ്റപ്പെട്ടു പോകുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി ഡ്രൈവറായ സഹദേവനെയും ഒപ്പം മറ്റു രണ്ടുപേരെയും കൂട്ടി സുരേഷ് സജീവന്റെ വീട്ടിലേക്ക് പോകുന്നു. സഹദേവനോട് വണ്ടിയിലിരുന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് മറ്റു 3 പേരും കൂടിയാണ് ആ വീട്ടിലേക്ക് പോകുന്നത്. അല്പസമയം കഴിഞ്ഞതും അവിടെ നിന്ന് ചില നിലവിളി കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ വീട് മുഴുവൻ കത്തിച്ചാമ്പലാവുന്നതാണ് സഹദേവൻ കാണുന്നത്. കൺമുൻപിലിട്ട് സജീവനും ഭാര്യയും 2 മക്കളും അടങ്ങിയ കുടുംബത്തെ സുരേഷ് ചുട്ടുകൊല്ലുന്നത് കണ്ടിട്ടും അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സഹദേവന് സാധിക്കുന്നില്ല. പക്ഷെ അന്നത്തോടെ സഹദേവൻ ജോലി റിസൈൻ ചെയ്ത് കുറ്റബോധവും പേരുകളെ യാത്ര തുടരുന്നു. വർഷങ്ങൾക്ക് ശേഷം അൻസാർ തന്നെ തേടിയെത്തുമ്പോൾ ആ സംഭവങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് സഹദേവൻ തന്നെ ഭാരം ഇറക്കി വെക്കുന്നു. അന്ന് സഹദേവൻ സുരേഷിനെതിരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അൻസാർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നെയാണ് അൻസാർ കൊല്ലപ്പെട്ടത്. സഹദേവനാവട്ടെ റഷീദിനോടും കൂട്ടരോടും പറഞ്ഞ സത്യങ്ങളൊക്കെ എസ് പിക്ക് മുമ്പിലെ ഏറ്റുപറയുന്നു. അന്ന് മാന്ദ്ര പെൺകുട്ടിയുടെ കാമുകന് ചതുപ്പിനടുത്ത് നിന്ന് കിട്ടിയ സാൻഡ് ഡിസ്കിൽ അൻസാർ ഷൂട്ട് ചെയ്ത സഹദേവന്റെ സാക്ഷിമൊഴിയായിരുന്നു ഉണ്ടായിരുന്നത്. അഞ്ജലിയുടെ സഹായത്തോടെ ആ സാൻഡ് ഡിസ്ക് ഓപ്പൺ ആക്കിയ ശേഷം അതും ജാൻസി എസ് പിക്ക് സബ്മിറ്റ് ചെയ്യുന്നു. മകളുടെ പ്രണയബന്ധത്തോടുള്ള എതിർപ്പ് കൊണ്ട് മാത്രമല്ല, പണ്ട് ഏതോ കുറ്റകൃത്യങ്ങൾ അൻസാർ വഴി പിടിക്കപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടുകൂടിയാണ് സുരേഷ് അവനെ കൊലപ്പെടുത്തിയതെന്ന് എസ് പിക്കും ബോധ്യമാവുന്നു. തെളിവുകളും സാക്ഷിമൊഴികളും എല്ലാം എതിരായ സ്ഥിതിക്ക് സുരേഷിനെ അറസ്റ്റ് ചെയ്യാനും ഒപ്പം ബിജോയെയും ബിനോയെയും കൂടെ ക്വസ്റ്റ്യൻ ചെയ്യാനും എസ് പി ഉത്തരവിടുന്നു. മറുഭാഗത്ത് മാന്ദ്ര പെൺകുട്ടിയുടെ കാമുകന്റെ സുഹൃത്തായ മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച റോബി സിസ്റ്റർ ക്ലാരിസിന്റെ മഠത്തിലിരുന്ന് ഈ വാർത്തകളൊക്കെ TV ന്യൂസിൽ കാണുന്നതാണ് കാണിക്കുന്നത്. അൻസാറിന്റെ കൊലപാതക കേസ് കാണിച്ചതും എന്തോ കണ്ട് പേടിച്ചതുപോലെ റോബി പെട്ടെന്ന് പാനിക്കാവുന്നു. മാനസിക പ്രശ്നങ്ങളുള്ള റോബിയെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് മഠത്തിൽ താമസിപ്പിച്ചിരുന്നത്. അൻസാറിന്റെ TV ന്യൂസ് കണ്ട് റോബി പാനിക്കായത് കണ്ട് സിസ്റ്റർ ക്ലാരിസ് ഇക്കാര്യം ജാൻസിയെ അറിയിക്കുന്നു. അൻസാർ മരിച്ച രാത്രി റോബി ഒഴികെയുള്ള മറ്റെല്ലാ സുഹൃത്തുക്കളും ഒരു മാരേജ് ഫംഗ്ഷന് പോയിരുന്നുവെന്നാണ് മാന്ദ്ര പെൺകുട്ടിയുടെ കാമുകം മൊഴി നൽകിയിരുന്നത്. അങ്ങനെയെങ്കിൽ അന്ന് രാത്രി റോബി ഒറ്റയ്ക്ക് അവിടെ പോകാനും കൊലപാതകം നേരി കാണാനും സാധ്യതയുണ്ടെന്ന് ജാൻസിക്ക് തോന്നുന്നു. മാത്രമല്ല, നേരി കാണുന്നതായി റോബി ഹാലൂസിനേറ്റ് ചെയ്യുന്ന എല്ലാവരും മുൻപ് എപ്പോഴെങ്കിലും അവൻ നേരിട്ട് കണ്ടിട്ടുള്ളവരെ തന്നെയായിരുന്നു. അത് മനസ്സിലാക്കി ജാൻസി തന്റെ ഫോണിലുള്ള അൻസാർ മർഡർ കേസുമായിട്ട് ബന്ധപ്പെട്ട ഓരോരുത്തരുടെയും ഫോട്ടോ റോബിക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇവരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അവൾ അവനോട് തിരക്കുന്നു. നെക്സ്റ്റ് സീനിൽ ജാൻസി ഹരീഷിനോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. റോബി ഒരു മാനസിക പ്രശ്നമുള്ള ആളായതുകൊണ്ട് അവനെ കേസിൽ ഇൻവോൾവ് ചെയ്ത കേസ് തള്ളിപ്പോകുമെന്നും ഒപ്പം സുരേഷ് രക്ഷപ്പെടുമെന്നും ഹരീഷ് ജാൻസിയോട് പറയുന്നു. മാത്രമല്ല, സുരേഷ് ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് അയാൾക്കെതിരെ സ്ട്രോങ് ആയിട്ടുള്ള തെളിവുകളും സാക്ഷികളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇക്കാര്യം പറഞ്ഞ് അയാൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടാക്കണ്ടെന്നും മാത്രമല്ല നമ്മളായിട്ട് അവരെ കൂടി ഈ കുഴി ചാടിക്കണ്ടെന്നും ഹരീഷ് ജാൻസിയോട് പറയുന്നു. ശേഷം ഹരീഷ് ജാൻസി അൻസാറലിയുടെ വീട്ടിൽ കൊണ്ടുവിടുന്നു. യാസ്മിൻ കഥക് തുറന്നതും ജാൻസി അകത്തേക്ക് കയറി താഴെ കളിക്കുകയായിരുന്ന അവരുടെ കുഞ്ഞിനെ കയ്യിലെടുക്കുന്നു. എനിക്ക് ഇവിടുന്ന് ട്രാൻസ്ഫർ കിട്ടിയെന്നും പോകുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്നുകൂടി കാണാൻ വന്നതാണെന്നും ജാൻസി പറയുമ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണെന്ന് യാസ്മിൻ മറുപടി പറയുന്നു. ശേഷം കുഞ്ഞിനെ യാസ്മിന്റെ കയ്യിൽ തന്നെ കൊടുത്ത് ജാൻസി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ജാൻസി പോയ ശേഷമാണ് കുഞ്ഞിന്റെ കയ്യിൽ എന്തോ ഇരിക്കുന്നത് കണ്ട് യാസ്മിൻ അത് കയ്യിലെടുക്കുന്നത്. കുഞ്ഞിന്റെ കയ്യിലുണ്ടായിരുന്ന കമ്മല് കണ്ട് യാസ്മിൻ അതിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ നമ്മളെ വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ജാൻസി റോബിക്ക് തന്റെ മൊബൈലിലുള്ള സുരേഷിന്റെയും കൂട്ടാളികളുടെ അഞ്ജലിയുടെയൊക്കെ ഫോട്ടോ കാണിക്കുന്നെങ്കിലും യാസ്മിന്റെ ഫോട്ടോ കാണുമ്പോൾ മാത്രമാണ് അവനാകെ പാനിക് ആവുന്നത്. അതോടെ അൻസാർ കൊല്ലപ്പെട്ട രാത്രി റോബി അവിടെ കണ്ടത് യാസ്മിനെയാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. എങ്കിലും തന്റെ ഊഹം ഉറപ്പിക്കാനായി ജാൻസി വീണ്ടും മർഡർ നടന്ന സ്പോട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ചാണ് താഴെ കിടന്ന് ഒരു കമ്മല് ജാൻസിക്ക് കിട്ടുന്നത്. മുൻപ് അൻസാറിന്റെ വീട്ടിൽ വെച്ച് ഇതേ കമ്മലണിഞ്ഞ് യാസ്മിന്റെ ഫോട്ടോ കണ്ടത് ഓർമ്മ വന്നതും ജാൻസി തന്നെ സംശയം ഉറപ്പിക്കുന്നു. അൻസാറിനെ കൊന്നത് സുരേഷ് അല്ലെങ്കിലും അയാൾ ചെയ്ത ഒട്ടനേകം കുറ്റകൃത്യങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും ഒരു തിരിച്ചടി കിട്ടാനും റോബിയുടെ മൊഴി കോടതിയെ മുഖവരക്കെടുക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ടും എല്ലാത്തിനും ഉപരി യാസ്മിനോടുള്ള സഹതാപം കൊണ്ടുമാണ് ആകെയുള്ള തെളിവ് ജാൻസി യാസ്മിന് തന്നെ കൊടുത്തത്. മറുഭാഗത്ത് തന്റെ കയ്യിലിരിക്കുന്ന കമ്മല് നോക്കി യാസ്മിൻ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നത് കാണിക്കുന്നു. അഞ്ജലിയുമായിട്ടുള്ള ബന്ധം വീണ്ടും തുടങ്ങിയ അൻസാർ അവൾ ഒന്നിച്ച് ഹോട്ടൽ റൂം എടുക്കുകയും അൻസാർ എവിടെയെന്നറിയാത്ത ടെൻഷനിൽ യാസ്മിൻ അവനെ കോൾ ചെയ്യുമ്പോൾ ആ കോൾ അവോയ്ഡ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെയാണ് സുരേഷിന്റെ ആളുകൾ ഉപദ്രവിച്ച് മുഖത്തൊക്കെ പരിക്കുകളുമായി അൻസാർ വീട്ടിലേക്ക് വരുന്നത്. അത് കണ്ട് എന്ത് പറ്റിയെന്ന് യാസ്മിൻ തിരക്കുന്നെങ്കിലും
വീണതാണെന്ന് അൻസാർ അവളോട് കള്ളം പറയുന്നു. ശേഷം അൻസാർ മൊബൈൽ ചാർജ് ചെയ്യാൻ വെച്ച് വാഷ്റൂമിൽ പോകുന്ന സമയത്താണ് അവന്റെ ഫോണിൽ അഞ്ജലിയുടെ കോൾ വരുന്നത് യാസ്മിൻ കാണുന്നത്. കല്യാണത്തിന് മുമ്പ് അഞ്ജലിയുമായി പ്രണയം ഉണ്ടായിരുന്ന കാര്യമൊക്കെ അൻസാർ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴും അവളുമായി കോണ്ടാക്ട് ഉണ്ടെന്ന് ഓർത്ത് യാസ്മിൻ ആകെ തകർന്നു പോകുന്നു. അൻസാർ ആകട്ടെ വാഷ്റൂമിൽ നിന്ന് പുറത്തിറങ്ങി അഞ്ജലിയെ വിളിച്ച ശേഷം അവളെ മീറ്റ് ചെയ്യാനായി പുറത്തേക്ക് പോകുന്നത് കണ്ട് യാസ്മിൻ അവനെ തടയുന്നു. അഞ്ജലിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം അത് നിഷേധിക്കുന്നെങ്കിലും ഒടുവിൽ അവൻ സത്യം പറയുന്നു. പക്ഷെ യാസ്മിനെ ചതിച്ചതിൽ അല്പം പോലും കുറ്റബോധമില്ലാതെയാണ് താൻ പ്രണയിക്കുന്നത് അഞ്ജലിയാണെന്ന് അൻസാർ അവളോട് പറയുന്നത്. മാത്രമല്ല നമുക്കിടയിൽ കുഞ്ഞു മാത്രമാണ് നിന്റെ അവകാശമെന്ന് തർപ്പിച്ചു പറഞ്ഞ് യാസ്മിന്റെ കണ്ണീര് വകവെക്കാതെ അൻസാർ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ഇത്രയും ക്രൂരമായി അൻസാർ തന്നെ ചതിച്ചത് യാസ്മിന് താങ്ങാനാവുന്നില്ല. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ ഒന്ന് നോക്കി വാതിലടച്ച ശേഷം യാസ്മിൻ അൻസാറിനെ ഫോളോ ചെയ്ത് അവന്റെ പിന്നാലെ പോകുന്നു. അവിടെ അഞ്ജലിയുടെ കാറ് വെച്ച് അവളെ ചുംബിക്കുന്ന അൻസാറിനെ കണ്ടതും യാസ്മിൻ പൂർണ്ണമായും തകർന്നു പോകുന്നു. പോലീസിനെ ഭയന്ന് അൻസാർ ചതിപ്പിച്ചാടിയതൊക്കെ യാസ്മിൻ അവിടെ ഒളിച്ചു നിന്ന് കാണുന്നുണ്ടായിരുന്നു. പോലീസ് പോയതിനു ശേഷം അൻസാർ ചതുപ്പിൽ നിന്ന് പുറത്തേക്ക് വരാൻ നോക്കുമ്പോഴാണ് തൊട്ടു മുന്നിൽ നിൽക്കുന്ന യാസ്മിനെ കാണുന്നത്. പഴയതൊക്കെ ഓർത്തെടുത്ത ശേഷം യാസ്മിൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുന്ന ജാൻസിയാണ് കാണുന്നത്. നെക്സ്റ്റ് സീനിൽ ജാൻസി ഹരീഷും കൂടെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തെന്നും നാളെ മോളെയും കൊണ്ട് ഒന്ന് കറങ്ങാൻ പോകണമെന്ന് ഹരീഷ് പറയുമ്പോൾ അത് തന്നെയാണ് ശരിയെന്ന് ജാൻസി മറുപടി പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ അവരെ അതിന് അനുവദിക്കുന്നതാണ് നല്ലതെന്ന് ജാൻസി ഹരീഷിനോട് പറയുന്നു. മാഡത്തിന് എവിടേക്കാണ് ട്രാൻസ്ഫർ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ തിരുനെല്ലിക്കാണെന്ന് ജാൻസി മറുപടി പറയുന്നു. ശേഷം ഏറെ പ്രിയപ്പെട്ട ഒരാളെ പിരിയുന്ന വേദനയോടെ ജാൻസി ഹരീഷും തമ്മിൽ യാത്ര പറഞ്ഞ് തങ്ങളുടെ വഴികളിലേക്ക് പോകുന്നത് കാണിച്ച് മൂവി അവസാനിക്കുന്നു. അപ്പൊ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ മൂവി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.